ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. വിജയിച്ചവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രചോദനമാണല്ലേ. പക്ഷേ ഈ വിജയത്തിൻ്റെ പാതയിൽ ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ നിയന്ത്രിച്ച് അത് നേരിട്ട് നമ്മൾ നേടുന്നൊരു വിജയം എന്ന് പറയുന്നത് അതൊന്നുകൂടെ അടിപൊളിയായിരിക്കും അല്ലേ. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് കൊമേഴ്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള സമീനയാണ്. എങ്ങനെയാണ് താൻ നേരിട്ട തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റിയെന്നുള്ള കഥകളാണ് ആൾക്ക് പറയാനുള്ളത്. സോ സമീന, നമുക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് സമീന. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ വാക്കടുന്നാണ്. മാരീഡാണ്. ഹസ്ബൻഡിൻ്റെ വീട് തിരൂർ കൂട്ടായി. ഞാൻ ഒരു മോനുണ്ട്, 4th month year old ആണ്. ഞാൻ 2021 PG പാസ് ഔട്ടാണ്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്, BEd സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് എഫേർട്ട് ഇട്ടു, എന്നിട്ട് നമ്മൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് December 2024 പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല അല്ലേ. അന്ന് PhD എലിജിബിലിറ്റി മാത്രമാണ് കിട്ടിയത്. പലർക്കും ഈ ഒരു PhD എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു റിസൾട്ടായിട്ട് പറയാൻ പോലും മടിയുണ്ട്. അതൊരു ക്വാളിഫിക്കേഷനാണ്. സ്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് നെറ്റിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ JRFന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു PhD എന്ന് പറയുന്ന എലിജിബിലിറ്റി കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. ചില ആളുകൾ ഇനി ഇത് വേണ്ട, നിർത്താം, കാരണം ഇത്രയും എഫേർട്ട് ഇട്ടു എന്നിട്ടും എനിക്ക് ഈ ഒരു കുറഞ്ഞ കട്ട് ഓഫിൻ്റെ ഒരു എലിജിബിലിറ്റിയാണ് കിട്ടിയെന്നുള്ളൊരു രീതിയിൽ എടുക്കാം. പക്ഷേ സമീന നേരെ തിരിച്ചായിരുന്നു അല്ലേ. ആ ഒരു എന്താ പറയുക, അന്ന് മാർക്ക് കിട്ടാതിരുന്നതിൻ്റെ പേരിലാണ് പിന്നീടുള്ള ആ ഒരു 6 മാസം വളരെ സ്ട്രോങ് ആയിട്ട് പഠിച്ചത്. അതും പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ടൈമിലാണ് പ്രിപ്പറേഷൻ നടത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല, അതുകൊണ്ടാണ് എടുത്ത് ചോദിക്കുന്നത്. ഞാൻ ടോട്ടൽ 6 attempt ആണ് ചെയ്തിട്ടുള്ളത്. ഐഫറിൽ ജോയിൻ ചെയ്യുന്ന മുന്നേ 3 പ്രാവശ്യം നെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ, PG കഴിഞ്ഞ് ആ ഒരു ടൈമിൽ ഒരു ഐഡിയ ഇല്ലാതെ ജസ്റ്റ് ഒന്ന് പോയി എഴുതി വന്നായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിൽ അത്യാവശ്യം എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ അത്യാവശ്യം നന്നായി നോക്കിയിട്ടുണ്ടെന്ന് ആ ഒരു കോൺഫിഡൻറ്റിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ഇത് വന്നത്. എന്തായാലും ഇത് അത്രയും ഞാൻ നോക്കിയിട്ടില്ല, ഒട്ടും സ്ട്രക്ചേർഡ് ആയിട്ടല്ല ഞാൻ നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒട്ടും സ്ട്രക്ചേർഡ് അല്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ കിട്ടിയ അതിൻ്റെ ശേഷം വീണ്ടും ഒരു അറ്റംപ്റ്റ് ഞാൻ നെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 അറ്റംപ്റ്റിലും ഏകദേശം സെയിം മാർക്ക് തന്നെ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒറ്റയ്ക്ക് പറ്റുന്ന കാര്യമല്ല ഇത്, എന്തായാലും ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് തോന്നി. അങ്ങനെയാണ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നത്. ഐഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഐഫറിലെ ക്ലാസ്സസ് ഒക്കെ ഒരു 6 month ആ ഒരു കോച്ചിങ് ടൈമിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ജൂൺ എക്സാം 2024 ജൂൺ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു എക്സാം എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ ശരിക്കും അതൊരു എന്താ പറയുക, ശരിക്കും സങ്കടമായിപ്പോയി. അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് അതങ്ങനെ എക്സാം ക്യാൻസലായി പോകാന്ന് പറയുമ്പോൾ ശരിക്കും സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. അതൊരു നിരാശേൻ്റെ ഒരു എലമെന്റ് ആണല്ലേ, കാരണം നമ്മളുടെ ഒരു എഫേർട്ടാണ് അവിടെ വാല്യൂ ചെയ്യപ്പെടാതെ പോയെന്നുള്ളൊരു കാര്യം. പിന്നെ ഞാൻ മുന്നേ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ ഒരു PSC മോഡൽ എക്സാം ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ എക്സാം ആയിരുന്നു. പിന്നീട് റീ എക്സാം നടത്തിയപ്പോൾ അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ നെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക, അത് അപ്ലൈ ചെയ്യുക, ആ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമായിരുന്നു. എനിക്കൊരു പാഷനായിരുന്നു. നെറ്റ് കിട്ടണം എന്നുള്ളത് ശരിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് ആ ഒരു ടൈമിൽ നെറ്റ് മാത്രമായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷം അത് JRF എന്നുള്ളൊരു ഡ്രീമിലേക്ക് കൂടി എത്തിയിരുന്നു. അങ്ങനെ ഞാൻ റീ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കോൺഫിഡൻ്റ് അല്ലായിരുന്നു. റീ എക്സാമിൻ്റെ റിസൾട്ട് വന്ന ആ ഒരു ടൈമിലും മാർക്ക് കുറവായിരുന്നു. എന്നാലും ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നുള്ള ആ ഒരു മാർക്കിൽ നിന്നും അത്യാവശ്യം കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ വാശിയായി നന്നായിട്ട് പഠിക്കണം, എന്തായാലും ഡിസംബറത്തെ എക്സാമിന് എന്തായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു. ശരിക്കും റിസൾട്ട് വന്നപ്പോൾ ഡൗൺ ആയിരുന്നു. പിന്നെ ആ അത്യാവശ്യം എഫേർട്ട് ഇടാൻ പറ്റിയില്ലായിരുന്നു റീ എക്സാമിൻ്റെ ടൈമിൽ. ഡിസംബറത്തെ എക്സാമിന് ആ ഒരു ടൈമിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നോക്കി ക്ലാസ്സസ് ഒക്കെ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു അധികം ഈ പ്രോബ്ലം പേപ്പറിന് ഞാൻ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലൈവ് ക്ലാസ്സിലും കയറിയിരുന്നു. PYQs അത്യാവശ്യം ഇമ്പോർട്ടൻസ് ആ ഒരു ടൈമിലാണ് PYQസിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഞാൻ നന്നായിട്ട് നോക്കുന്നത്. അങ്ങനെ ഡിസംബറത്തെ എക്സാം അറ്റൻഡ് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, നെറ്റ് ക്വാളിഫൈഡ് ആവും എന്നുള്ള രീതിയിൽ കോൺഫിഡൻ്റ് ആയിരുന്നു.
പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഓൺലി PhD ക്വാളിഫിക്കേഷൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ശരിക്കും സങ്കടമായിപ്പോയി. കാരണം ഫസ്റ്റ് എക്സാം എന്ന് പറയുമ്പോൾ അങ്ങനെ റീ എക്സാം ക്യാൻസലേഷൻ അങ്ങനെ പോയി. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഈ ഒരു ഇത് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ശരിക്കും സങ്കടമായിരുന്നു. എന്താ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇത്രയും അറ്റംപ്റ്റ് നടത്തിയിട്ടും കിട്ടിയില്ല എന്ന് ഒരു സങ്കടം. പക്ഷെ ആ ഒരു നൈറ്റിൽ ആ സങ്കടം എനിക്ക് ആ ഒരു നൈറ്റിലേ ഉണ്ടാവുള്ളൂ. പിന്നെ പിറ്റേ ദിവസം മുതൽ ആ ഒരു റിസൾട്ട് വന്ന പിറ്റേന്ന് തന്നെ അനിസാറിൻ്റെ മെസ്സേജസ് ആണെങ്കിലും അത് കണ്ടാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ ഡിസംബറിലത്തെ ആ ഒരു എക്സാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ശരിക്കും പോഡ്കാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. പോഡ്കാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്ന ടൈമിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ തുടങ്ങി. സാറിൻ്റെ ആ ഒരു ലെറ്ററും ശരിക്കും ഒരു മോട്ടിവേഷൻ തരുന്നൊരു ലെറ്റർ തന്നെ ആയിരുന്നു. ഞാൻ ശരിക്കും ആ ഒരു ടൈമിൽ എൻ്റെ ഇനി ഡിറ്റർമിൻഡ് ആയിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇനി ഈ ഒരു ഇതെൻ്റെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഇനി ഒരു അറ്റംപ്റ്റ് നടത്തേണ്ട ഒരു ചാൻസ് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ശരിക്കും ആ ടൈമിൽ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. മുന്നേ നടത്തിയ ഒരു സ്റ്റഡി ടൈം പോലെ അല്ലായിരുന്നു. ഈ പ്രഗ്നൻ്റ് ടൈമിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ പഠിക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല സ്ട്രഗിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. യെസ്, അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റണം എന്നില്ല അല്ലേ. അതിൻ്റെ കൂടെ അത്രയും എന്താ പറയുക കഷ്ടപ്പാട് കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും എഫേർട്ട് ഇട്ടിട്ട് PhD എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര ഹാപ്പി അല്ല. ഈ പറഞ്ഞ പോലെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പിറ്റേ ദിവസം തന്നെ അതിൽ തിരിച്ച് വന്ന് പഠിക്കുക എന്നുള്ളത് അത് ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല. എനിക്ക് തോന്നുന്നു മെജോറിറ്റിക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൽ പറഞ്ഞു ഇപ്പം അനീസാർ തന്നിട്ടുള്ള ലെറ്റർ അതൊക്കെ ഒരുപാട് കുട്ടികളുടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് തരാറ്. അപ്പം അത് വായിച്ചപ്പോൾ പോലും ഇത്ര മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഒരുപാട് പേര് പഠിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ പറയാറുണ്ട്. അതായത് ഞാൻ ഒരുപാട് വർഷം കഴിഞ്ഞു PG കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഞാൻ മാരീഡാണ്, പ്രഗ്നൻ്റ് ആണ്, അമ്മയാണ്, ഇങ്ങനത്തെ റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് അതായത് പഠിക്കാൻ പറ്റാതിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പഠിക്കാൻ സമയമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം, അതായത് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിലൂടെ പോകുന്ന ഒരുപാട് സമയങ്ങളാണ്. പിന്നെ നമ്മുടെ ഹെൽത്ത് ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓൺലൈനാണ് പഠനം, എങ്ങനെയാണ് അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ട്രഗിൾസിൻ്റെ ഇടയിൽ കൂടെ? മുന്നത്തേന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആഫ്റ്റർ 2024 ഡിസംബർ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ 2 ജേണിയാണ് സ്റ്റാർട്ട് ആവുന്നത്. ഒന്ന് പ്രഗ്നൻസി ജേണിയും അതുപോലെ നെറ്റിൻ്റെ ഒരു ജേണി കൂടി. മുന്നേ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം കിട്ടുന്നുണ്ടായിരുന്നു. ഒരു 4 to 5 hours ഡെയിലി പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ടൈം ഒരുപാട് കിട്ടുന്ന പോലെ ഒന്ന് റിലാക്സ് ആയിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ആഫ്റ്റർ ഈ പ്രഗ്നൻസി ടൈമിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ്, സ്ക്രീൻ ടൈം അങ്ങനെ ഒരുപാട് പറ്റത്തില്ല. പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് അതും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ശരിക്കും എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി എൻ്റെ ഉമ്മ, ഹസ്ബൻഡ്, എല്ലാവരും അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് കൂടെ ആയിരിക്കും ഞാൻ ഇത്രയും 2 അറ്റംപ്റ്റ് ഫെയില് സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ PhD ക്വാളിഫിക്കേഷനാണ്. എന്നാലും ആഗ്രഹിച്ച ആ ഒരു നെറ്റ് എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ടോട് കൂടി ആയിരിക്കണം എനിക്ക് ഒന്നും കൂടെ വാശിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡിസംബർ എക്സാമിൻ്റെ ശേഷം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ട് PYQ ആയിരുന്നു. മുന്നേ PYQൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം, പക്ഷെ എനിക്ക് PYQ അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. PYQ ചെയ്യാനുള്ള ഞാൻ കൂടുതലും ഈ മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ് അത് വീണ്ടും റിവൈസ് ചെയ്തിട്ട് കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെയായിരുന്നു. നോട്ട്സ് എഴുതിയിട്ട് പഠിക്കുക എന്നുള്ളത് അത് എനിക്കങ്ങനെ വലിയൊരു ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. നോട്ട്സ് എഴുതാന്നുള്ളത് ഞാനിത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നന്നായി റിവൈസ് ചെയ്യും. ഈ റെക്കോർഡ് ക്ലാസ് ആയാലും മെറ്റീരിയൽസ് ആയാലും നന്നായിട്ട് റിവൈസ് ചെയ്യും. പിന്നെ അതുപോലെ ഒരു 2-3 അറ്റംപ്റ്റ് കഴിയാമെന്ന് പറയുമ്പോഴത്തേനും കുറച്ചുകൂടെ എക്സ്പേർട്ട് ആവും നമ്മൾ. ആ ഒരു ടൈം മാനേജ്മെൻ്റ് ആയിരിക്കട്ടെ, നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ആൻസർ ചെയ്യണ ആ ഒരു രീതി, അതൊക്കെ നമ്മൾ ഒന്നുകൂടി എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടായതുകൊണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ ഐപ്പറിൽ ഡെയിലി ടെസ്റ്റ്, അതുപോലെ മോക്ക് ടെസ്റ്റ്, മെഗാ മോക്ക് ടെസ്റ്റ്, അങ്ങനെ ഈ ഒരു ടെസ്റ്റ് ഓരോ ദിവസവും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒന്നും പഠിച്ചില്ലെങ്കിലും, അത്യാവശ്യം നല്ല ബിസിയുള്ള ടൈമാണെങ്കിലും ഒന്നും പഠിച്ചില്ലെങ്കിലും ആ ഡെയിലി ടെസ്റ്റ് എനിക്ക് മസ്റ്റ് ആയിരുന്നു.
അതൊരു റുട്ടീനായി മാറിയിട്ടുണ്ടാവും അല്ലേ? അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ? ഒന്നും പഠിച്ചില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. എന്തായാലും ഒരു ദിവസം ഒരു PYQ സെറ്റ്, ഡെയിലി ടെസ്റ്റ് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. യെസ്. പിന്നെ ഉള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു സമയത്ത് ഓൾറെഡി സമീന പറഞ്ഞതുപോലെ 2 ജേണിയാണ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇങ്ങനൊരു കാര്യം കൂടെ നടക്കുന്നത്, പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ജേണിയിൽ നമുക്കറിയാം കൂടുതൽ വേണ്ടത് ഇമോഷണൽ സപ്പോർട്ടായിരിക്കും. ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഐഫറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ്? ശരിക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു നെറ്റിൻ്റെ ജേണി എന്ന് പറയുമ്പോൾ ഐഫറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബിഗ് വൺ തന്നെയാണ്. അത് ഇപ്പോൾ ഈ ഒരു മാം പറഞ്ഞ പോലെ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ശരിക്കും എനിക്ക് കിട്ടിയ മിത്രമാം ആയിരിക്കട്ടെ, മെൻറ്റർ ആയിരിക്കട്ടെ, ഈ ഐഫറിൻ്റെ ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവുമല്ലോ, പേഴ്സണൽ മെൻറ്റർ ആയിക്കോട്ടെ, ശരിക്കും ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യുക, നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, ഓക്കെ ആണോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ, ഡെയിലി അല്ലെങ്കിലും ഒരു വീക്ക്ലി നമ്മളായിട്ടൊരു പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ ഒരു മോട്ടിവേഷനും പിന്നെ ഇത് വേണമെന്നുള്ള അതിയായ ഒരു ആഗ്രഹം എല്ലാതും കൂടിയാണ് എനിക്ക് 2025 ജൂണിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ശരിക്കും ബെസ്റ്റ് മൊമെന്റ് തന്നെയാണ്. ഇപ്പം മോനും ഹസ്ബൻഡൊക്കെ ഒരുമിച്ച് വന്നാണ് മെമന്റോ പോലും വാങ്ങുന്നതല്ലേ? അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പിന്നെ ആ ഒരു പ്രഗ്നന്റ് ടൈമിൽ ഇങ്ങനെ നെറ്റ് എഴുതി എന്നുള്ള ആ ഒരു ഇത് വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു മൊമെന്റ് വാങ്ങിക്കുമ്പോൾ ബേബീനെ കൊണ്ട് വന്ന് വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം. അത്രയും ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം അത് വാങ്ങിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടാവല്ലേ? യെസ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പം JRF വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? യെസ്. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പ്രിപ്പയർ ചെയ്യാനും ഇവൻ പല സെറ്റ് ബാക്കിൽ നിന്നും തിരിച്ച് വന്നിട്ടത് ചെയ്യാനും തോന്നാന്നുള്ളത് ചെറുതായിട്ടുള്ള കാര്യമല്ല. എസ്പെഷ്യലി കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത നമുക്കറിയാം, അത്രയും കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എക്സാം എളുപ്പമാവുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എളുപ്പമായിരിക്കും, അപ്പോൾ താരതമ്യേന കട്ട് ഓഫ് കൂടും. അപ്പം അതിലേക്ക് എത്തിപ്പിടിക്കുക എന്നുള്ളത് അത്യാവശ്യം ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് പഠിച്ചാൽ ചിലപ്പം നേടാൻ പറ്റുന്നുണ്ടാവാം. പക്ഷെ പലപ്പോഴും എനിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പോയിന്റിൽ തളർന്നു പോകുമ്പം, അതായത് പ്രിപ്പറേഷൻ്റെ ഒരു ജേർണിയിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുമ്പം അവിടെ നമുക്കൊരു എനർജി തരുന്ന ആളുകളാണ് നമ്മളുടെ മെൻറ്റേഴ്സ് എന്ന് പറയുന്നതും അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോഡ്കാസ്റ്റുകളാണെങ്കിലും പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, പനി സാറിന് എങ്ങനെ നമ്മളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെതാണ്. ഒരു പോഡ്കാസ്റ്റ് ഇന്ന് തരണമെങ്കിൽ ഇന്ന് എന്തായിരിക്കും നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പോഡ്കാസ്റ്റുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് എത്രത്തോളാണെന്നുള്ളത് ഒന്ന് ശരിക്കും അതൊരു മാജിക് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആ ഒരു ഫീലിങ്ങിൽ ഇരിക്കുന്ന ടൈമിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോഡ്കാസ്റ്റ് കേൾക്കാന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ടൈം കവർ ചെയ്ത് പോകാനുള്ള അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോഡ്കാസ്റ്റിൻ്റെ ആവശ്യം എന്താ, അപ്പോൾ പഠിക്കുക, ജസ്റ്റ് വീഡിയോ കാണാം, മെറ്റീരിയൽസ് നോക്കാം, അങ്ങനെ കോണ്ടന്റുകളല്ലേ നമുക്ക് വേണ്ടേ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനീഷ്യലി എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവൻ സെൽഫ് പ്രിപ്പറേഷനിലാണെങ്കിലും നമുക്ക് തോന്നുന്ന ഒരു കാര്യം, നമുക്ക് കാര്യങ്ങളുണ്ട്, മെറ്റീരിയൽ ഉണ്ട്, വീഡിയോസ് കാണാനുണ്ട്, അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനഫ് ആണല്ലോ എന്നുള്ളൊരു തോട്ടായിരിക്കും. പിന്നെ ഈ രണ്ട് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴാണ് പോഡ്കാസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. യെസ്. അപ്പം ഒന്നാമത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പം പലപ്പോഴും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടറും കൂടെ ആയിരിക്കും ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് PYQs ആണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു ജേർണിയിൽ ഐഫറിൻ്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് സമപ്പ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ഐഫറിൻ്റെ ഷുവറായിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല, എന്താ പറയണമെന്നുള്ളത് അറിയില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട് ഈ ഒരു ജൂൺ എക്സാമിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തതിന് അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഫറിനെ ജോയിൻ ചെയ്യുന്ന മുന്നേ 2 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ വെച്ചാൽ തന്നെ ഐഫറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം എന്നുള്ളത് മനസ്സിലാവും. ആ ടൈമിൽ ഞാൻ PYQ ഒട്ടും നോക്കില്ലായിരുന്നു. പിന്നെ എന്ത് പഠിക്കണം, ഏത് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ല, ഒട്ടും സ്ട്രക്ചേർഡ് അല്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരു 3 ദിവസം, ആഴ്ചയിൽ ഒരു 3 ദിവസം ഞാൻ നന്നായിട്ട് പഠിക്കും, പിന്നെ 2 ദിവസം ശരിക്കും റെസ്റ്റ് ആയിരിക്കും, പിന്നെ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ആയിരിക്കും. പക്ഷെ ഐഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷം കിട്ടിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. കാരണം
ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ക്ലാസ്സസ് കാണാനുള്ള ഒരു ടൈം ഇല്ലെങ്കിലും മെറ്റീരിയൽസ് നോക്കാനുള്ള ഒരു സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഡെയിലി ടെസ്റ്റ് അത് ശരിക്കും ഒരു നല്ലൊരു സംഭവം തന്നെയായിരുന്നു. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ PYQൻ്റെ ആ ഒരു സെക്ഷനും ഈ ടെസ്റ്റസുകളും മോക്ക് ടെസ്റ്റ് ആയാലും ടൈം മാനേജ്മെൻറ്റിൻ്റെ കറക്റ്റ് അധിക കുട്ടികൾക്കും ഈ ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നം തന്നെയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നത് മുന്നത്തെ 2 അറ്റംപ്റ്റിൽ എനിക്ക് ടൈം അങ്ങനെ ശരിക്കും ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ DIൻ്റെ സെക്ഷൻ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അത് ഞാൻ എൻ്റെ സ്കിപ്പിംഗ് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു സംഭവമായിരുന്നത്. പിന്നെ ഐഫറിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഹാപ്പി വേ ടു ലേൺ ആണ്. അത് ഐഫറിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഐഫറിൻ്റെ സ്റ്റുഡൻസിനാണ് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ആ ഒരു ഹാപ്പി വേ ടു ലേൺ എന്നുള്ളതിന് എങ്ങനെയായിരിക്കും സമീന ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മുന്നത്തെ വെച്ച് കമ്പയർ ചെയ്തിട്ട് തന്നെ ഞാൻ പറയാം. അതിൻ്റെ മുന്നേ പറഞ്ഞാൽ ഞാൻ നന്നായി സ്ട്രഗിൾ ചെയ്ത് ഭയങ്കര സ്ട്രെസ്സായിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത്രയും പഠിക്കണമല്ലോ, കൊമേഴ്സ് എന്ന് പറയുമ്പോൾ വാസ്റ്റ് സിലബസ് ആണ്, അത്യാവശ്യം നന്നായിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കണമല്ലോ, അങ്ങനൊരു ഇത് തീർക്കണമല്ലോ, ഇത്രയും ഈ ഒരു ടൈമോട് ഈ ഒരു പീരീഡ് കൊണ്ട് ഇത് ഇത്രയും തീർക്കണം എന്നുള്ള കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ജോയിനിങ് ഐഫർ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, സ്ട്രക്ചർഡ് ഒരു പ്ലാൻ. ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ വീക്കിലി ആയാലും മന്ത്ലി ഇന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റിലൊന്നും ആ ഒരു പ്ലാൻ ഫോളോ ചെയ്യാനെ കൊണ്ട് പറ്റിയിരുന്നില്ല. പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു പ്ലാനിൽ പോകാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരുപാട് സ്ട്രെസ്സ് നമുക്ക് ഒഴിവായി കിട്ടും. ഫസ്റ്റത്തെ ആ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ആർക്കും അധിക കുട്ടികൾക്കും അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം 6 മന്ത് കോച്ചിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് സമയമുണ്ടല്ലോ, ഇനിയും പഠിക്കാം അങ്ങനെ തോന്നും. ലാസ്റ്റ് എത്തുമ്പോൾ ശരിക്കും എല്ലാതും കൂടി ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാപ്പി ലേണിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വാക്കുകളിലൂടെ പറയാതെ മനസ്സിലാക്കിയെടുക്കാം. എക്സ്പീരിയൻസ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ ഒരു ടാഗ് ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അത് കൂടുതൽ പറയാൻ പറ്റുക. എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ മൊത്തത്തിൽ ഒരു പരാജയത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു വിജയം ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും അതൊരു ഭയങ്കര ഒരു മൊമെൻ്റ് ആയിട്ടായിരിക്കും മനസ്സിലുണ്ടാവുക. JRF എന്താണെങ്കിലും പഠിക്കുക, അത് നേടുക എന്നുള്ളത് അത് ഐഫറിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. കാരണം നമ്മളുടെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാൾ, അപ്പം എന്താണെങ്കിലും ഇത്തവണ തന്നെ അത് നേടാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. കൂടെ മോനും ഹസ്ബൻഡും ഒക്കെ വീട്ടുകാരൊക്കെ കൂടുതൽ സപ്പോർട്ടോടുകൂടിയിട്ട് ഉണ്ടാവും. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.